ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ മറ്റൊരു ദിവസം, എൻ്റെ തിരക്ക് പിടിച്ചൊരു ദിവസം, ഒരു ബിസി ഡേ ഇൻ മൈ ലൈഫ്. മിക്കവാറും എല്ലാ ദിവസവും ബിസി ഡേ ആണ്. പക്ഷേ ചില ദിവസം ഞാൻ ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്ത് വെറുതെ ഇരിക്കുന്ന ദിവസമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ഫീലിംഗ് ഉണ്ടല്ലേ, ഞാൻ എപ്പോഴും വർക്കിംഗ് ആണ്. അങ്ങനെ പറയാനൊന്നും പറ്റില്ല, അങ്ങനെ ഫുൾ വർക്കിംഗ് അല്ല. ചില ദിവസമൊക്കെ ഫ്രീ ആണ്, പക്ഷേ ഷൂട്ട് ഏതെങ്കിലുമൊക്കെ സമയത്ത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്നിപ്പം മാജിക്കാവിൻ്റെ ഷൂട്ടാണ്, കൈരളിയുടെ. അത് ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ നമ്മുടെ ഷൂട്ടിങ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ യാത്രയിലായിരുന്നുകൊണ്ട് കുറച്ച് അഡ്വാൻസ് ആയിട്ട് കുറേ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിരുന്നു. അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി ഫ്രഷ് വീഡിയോസ് എടുക്കണം. അപ്പോൾ അതുകൊണ്ട് കുറേ നാളുകൾക്ക് ശേഷം പിന്നെ റീസ്റ്റാർട്ട് ചെയ്യുന്നു. ഓൾമോസ്റ്റ് 2 months കഴിഞ്ഞിട്ടാണ് മാജിക്കാവിൻ്റെ ഷൂട്ട് വീണ്ടും തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവരും വരും, ഉച്ച കഴിഞ്ഞേ വരുള്ളൂ. അപ്പോൾ ഇവിടുത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ അനുക്കുട്ടിയും കുടുംബങ്ങളും ദുബായിലേക്ക് പോയി കഴിഞ്ഞു, വിഷ്ണുവിൻ്റെ അടുത്തേക്ക്. ഇനി കുറച്ച് ദിവസം, ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ അതുവരെ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ടാണ്. ബോയിച്ചേട്ടനുണ്ട്, പക്ഷേ ബോയിച്ചേട്ടനും ബിസിയാണ്, ഞാനും ബിസിയാണ്. പക്ഷേ ഭയങ്കര വെറുതെ ഇരിക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നും. ആ കുടുംബങ്ങളെയും അനുകുട്ടിയൊക്കെ മിസ് ചെയ്യും. അപ്പോൾ അവർ ഇന്നലെ പോയതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഹാങ് ഓവറിൽ ഞാനിങ്ങനെ മോളുടെ ടോയ്സ് ഒക്കെ ഇവിടെ ഇരിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നും. ഭയങ്കരമായിട്ട് മോളെ മിസ് ചെയ്യുന്നു, അതുപോലെ അനുകുട്ടിയെ മിസ് ചെയ്യുന്നു. മറ്റെപ്പോഴും ഒരു പ്രസൻസ് ആണല്ലോ. എനിവേ അവരവിടെ പോയി അച്ഛൻ്റെ കൂടെ സന്തോഷമായിട്ട് ഇരിക്കട്ടെ കുറച്ച് ദിവസം. അനുവും വിഷ്ണുവും മോളുമായിട്ട് അവരുടെ ഒരു ഹാപ്പിനെസ് അതാണ്. കുറച്ച് വിഷ്ണുവിനും കാണണ്ടേ മോളുടെ ഗ്രോയിങ് സ്റ്റേജസ് ഒക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാനിങ്ങിലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോൾ ഇന്ന് ഷൂട്ടും കൂടെ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ അതുകൊണ്ട് എൻ്റെ മൈൻഡ് എൻഗേജ്ഡ് ആയിരിക്കും, ഞാൻ ഭയങ്കര ബിസി ആയിട്ട് നടക്കും. അപ്പോൾ ഇന്ന് ബോയിച്ചേട്ടനാണെങ്കിൽ ഷൂട്ട് ആയതുകൊണ്ട് ഉച്ചയ്ക്ക് ലഞ്ചിനൊന്നും വരില്ല എന്ന് പറഞ്ഞപ്പോൾ രാവിലെ നേരത്തെ പോയി. രാത്രി ഡിന്നർ ലേറ്റ് നൈറ്റേ വരുള്ളൂ. ഓക്കെ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഞാൻ വെച്ച് എനിക്ക് ഇഷ്ടമുള്ള സിമ്പിളായിട്ടൊരു കാര്യം ഉണ്ടാക്കാതെ, അതായത് പഴനുറുക്കാണ്. പഴനുറുക്ക് ഏത്തപ്പഴം എൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഏത്തപ്പഴം ഞാൻ എനി ഫോം എനിക്കിഷ്ടമാണ്. നെയ്യിൽ വറുത്ത് ഇഷ്ടമാണ്, വെറുതെ പൊഴിക്ക് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഇത് പഴനുറുക്ക് പറയുമ്പോൾ അതിനകത്ത് ശർക്കരയും കൂടി ചേർത്ത് വേവിക്കുന്നതാണ്. വിത്ത് സ്കിന്നാണ് കേട്ടോ വേവിക്കുന്നത്. തൃശ്ശൂർ ഭാഗത്തൊക്കെ അത് വളരെ പോപ്പുലറാണ്. ഒരു മെയിൻ, എനിക്കൊരു പാലക്കാട് സൈഡിലും അതുണ്ട് തോന്നുന്നു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. അപ്പോൾ ഞാനിന്നിപ്പോൾ അങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. കുറച്ചേ ഉണ്ടാക്കണുള്ളൂ എൻ്റെ ഒരു ആവശ്യത്തിന്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതൊരു ഭയങ്കര ടേസ്റ്റ് ആട്ടോ. അത് കഴിഞ്ഞ് ലഞ്ചിന് ഞാൻ തട്ടിക്കൂട്ട് പരിപാടിയായിരിക്കും. സിമ്പിളായിട്ട് ഒരുപാട് കറിയൊന്നും വേണ്ടാത്ത എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം. അപ്പോൾ മുട്ടച്ചോറാണ് എൻ്റെ മനസ്സിൽ കാണുന്നത്. വെറുതെ ഒരു മുട്ടച്ചോറ്. ഓക്കെ, മുട്ടയും നമ്മുടെ റൈസും വെച്ചിട്ട് ഫ്രിഡ്ജിൽ ഇന്നലെ ഉണ്ടാക്കിയ റൈസ് ഇരിപ്പുണ്ട്, ചമ്പാവരി ചോറുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇതിങ്ങനെ സോർട്ട് ചെയ്തെടുക്കുമ്പോൾ ചൂടാകും. അത് നല്ലൊരു സംഭവമാണ്. ഒരു സലാഡും കൂട്ടി കഴിച്ചാൽ വേറെ ഒന്നും വേണ്ട. അപ്പോൾ സിമ്പിൾ ജോലി. അത് കഴിഞ്ഞ് കാര്യം കിച്ചണൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട്, അവിടെയൊക്കെ ഒന്ന് അടുക്കാനുണ്ട്. മാജിക്കാവൻ കിച്ചൺ ഒന്ന് സെറ്റ് ചെയ്യണം അവർ വരുമ്പോഴേക്കും. അപ്പോൾ അവരൊരു 3 മണിയൊക്കെ ആകുമ്പോഴേ വരുള്ളൂ. അപ്പോൾ ഇഷ്ടംപോലെ സമയം. അത് കഴിഞ്ഞിട്ട് എൻ്റെ സാരി സെലക്ട് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഏത് സാരി ഉടുക്കണം, ഏത് ബ്ലൗസ് ഇടണം, കുറേ കാര്യങ്ങൾ. സാരിയൊക്കെ മേടിച്ചതുണ്ട്, പഴയതിരിക്കുന്നുണ്ട്, ഉടുക്കാത്തത്. അപ്പോൾ എല്ലാം കൂടി ഒരു ഡേ ഇൻ മൈ ലൈഫ്, ഈ ഒരു സ്റ്റൈലിൽ ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ കൊച്ചടുക്കളയിൽ എത്തിക്കഴിഞ്ഞു. ഇനി പാത്രത്തിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ഒഴിക്കാം. അടുപ്പ് കത്തിച്ചിട്ട് 2 പഴുത്ത ഏത്തപ്പഴം, ഇതൊരു മീഡിയം സൈസിലെ ഏത്തപ്പഴമായിരുന്നു. ഓരോന്നും 3 അല്ലെങ്കിൽ 4 മുറിക്കാം. ഇതിപ്പോൾ ഒരെണ്ണം ഞാൻ 3 ഒരെണ്ണം 4 മുറിച്ചത്. തൊലിയോടുകൂടി തന്നെ ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വെള്ളം ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ. ഇപ്പോൾ ഒരു 15 മിനിറ്റായിട്ട് ഇങ്ങനെ തിളച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഒരു 15 minutes എങ്കിലും ആയിട്ടുണ്ടാവും. ഓക്കെ, ആദ്യം ഒരു 1/2 കപ്പ് ശർക്കര പൊടിച്ചതാണ് ഞാൻ ചേർക്കുന്നത്. പൊടിച്ച ശർക്കര പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ശർക്കര ചീകിയിട്ടാലും മതി, അല്ലെങ്കിൽ പൊടിച്ചിങ്ങനെ കഷ്ണമായിട്ട് ഇട്ടാലും പ്രശ്നമൊന്നുമില്ല. ഇതാകുമ്പോൾ ഒട്ടും തന്നെ അഴുക്കില്ലാത്ത ശർക്കരയാണ് ഈ പൊടിയായിട്ട് കിട്ടുന്നത്. വേറെ ശർക്കര, കട്ട ശർക്കരയൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് അലിയിച്ചിട്ട് അരിച്ചൊഴിക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഈ ശർക്കര പൊടിയല്ലേ ചേർത്ത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അലിഞ്ഞ് ഈ ഒരു ശർക്കര വെള്ളമായിട്ട് ഈ ഒരു വെള്ളം മാറും. ഒരു 1/4 കപ്പ് ശർക്കര പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ടോട്ടൽ 3/4 കപ്പോളം ചേർത്തു. അപ്പോൾ മധുരത്തിനനുസരിച്ചിട്ടാണ്, ഓരോരുത്തർക്കും ഓരോന്നാണല്ലോ ഇഷ്ടം. എനിക്ക് അത്യാവശ്യം മധുരം ഇഷ്ടമുള്ള കൂട്ടത്തിലാണല്ലോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ കൂടെ കിടന്നിട്ട്, ഇത് ശർക്കര വെള്ളമായി മാറിക്കഴിഞ്ഞു. ഇതേ നോക്കിയേ, ഈ ശർക്കര വെള്ളത്തിൽ കിടന്നിട്ടാണ് നമ്മുടെ ഏത്തപ്പഴത്തിൻ്റെ ബാക്കി ഭാഗം വെന്തുകൊണ്ടേയിരിക്കുന്നത്. വെന്ത് കഴിഞ്ഞതാണ്, അല്ലെങ്കിൽ പിന്നെ വേഗം പാടായിരിക്കും മധുരം ചേർത്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഓൾമോസ്റ്റ് വെന്തിട്ട് മാത്രം ഇതിങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് ഒരു മീഡിയം ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇപ്പോൾ ഏകദേശമൊക്കെ ശർക്കര വെള്ളം നല്ലതായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ, 1/2 മുതൽ 3/4 ടീസ്പൂൺ വരെ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നോക്കിയാൽ നല്ല കുറുകുറ എന്നുള്ള ചാറാണ്. കുറുകിയ ചാറ് ഇങ്ങനെ കോരി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആയിക്കഴിഞ്ഞു കേട്ടോ, പഴനുറുക്ക് റെഡി. തീ ഓഫാക്കാം. ഇനി ഇതിൻ്റെ ഒരു സൂപ്പർ കോംബോ ആണ് പപ്പടം പൊരിച്ചത്. അപ്പോൾ പപ്പടം പൊരിക്കാനായിട്ട് എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം. ചീനച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ നല്ല ചൂടായി. ഇനി പപ്പടം ഇട്ട് മൂപ്പിച്ചെടുക്കാം.
ആവശ്യാനുസരണം എത്ര പപ്പടം വേണമെങ്കിലും ഇതുപോലെ മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പഴനുറുക്കിൻ്റെ കൂടെ പപ്പടവും റെഡി. അതെ, പഴനുറുക്ക് വന്നു, അതിൻ്റെ കൂടെ പപ്പടം. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നു അല്ലേ? ഞാൻ നല്ല വറട്ടി ശരിക്കും ആ ശർക്കര ഇങ്ങനെ വറ്റുന്നവരെ കൊണ്ടുപോയി. കുറച്ച് ചാറേ ഉള്ളൂ. നോക്കിയേ, വാവ്, അയ്യോ രക്ഷയില്ല. See this? സ്കിന്ന് മാറ്റുമ്പോൾ കാണാമല്ലോ. വാവ്, അടിപൊളി പരിപാടിയാണ്. ഇത് 2 ചെറിയ പഴം ഉണ്ടായിരുന്നു. ചെറുതെന്ന് പറയാൻ പറ്റില്ല, ഒരു മീഡിയം സൈസ് ഏത്തപ്പഴം, നേന്ത്രപ്പഴം. എനിക്ക് കൂടുതലിഷ്ടം അപ്പളമാണ്, പപ്പടമല്ല. പപ്പടം ഭയങ്കരമായിട്ട് കൊമളിക്കും. അപ്പളം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കരമായിട്ട് കൊമള വരില്ല. അതുകൊണ്ട് അപ്പളം ആ ശർക്കരയിൽ കടന്ന് വേകുമ്പോഴേ, വിത്ത് സ്കിന്നാണെങ്കിൽ പോലും ഭയങ്കര ടേസ്റ്റാണ്. സ്കിന്നും കൂടെ കഴിക്കണ്ട, സ്കിന്ന് മാറ്റാം. നന്നായിട്ട് പഴം കഴുകിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതിലേക്ക് പപ്പടം. ഇങ്ങനെയാണ് ഇത് കഴിക്കുന്നത് സാധാരണ എല്ലാവരും, വിത്ത് പപ്പടം. സൂപ്പറായിട്ടുള്ളൊരു സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ഫോർ മീ. നല്ല വയറ് നിറയും, സ്വാദുമാണ്, ഹെൽത്തിയാണ്. ആ മധുരവും പപ്പടത്തിൻ്റെ ഒരു ചെറിയ ഉപ്പ് രസവും എല്ലാം കൂടി വരുമ്പോൾ ഭയങ്കര കോൺട്രാസ്റ്റ് അല്ലേ. ഒരു മുട്ട ബുൾസയും കഴിക്കും. ഗുഡ്. നിങ്ങൾക്ക് കഴിക്കാൻ തോന്നുന്നില്ലേ? അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇത് കോമൺ ആണ്, ചില കേരളത്തിൻ്റെ ചില ഭാഗങ്ങളിലെ ഏറ്റവും ഒരു നൊസ്റ്റു ഐറ്റമാണ്. അങ്ങനെ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് കുളിച്ച് റെഡിയായി ഞാൻ അതേ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞു. ഷൂട്ടിംഗ് ഡേ ആണ്, അതുകൊണ്ട് ഹെയറൊക്കെ ഒന്ന് വാഷ് ചെയ്ത് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നേരെ വിജിയുടെ ഫെയർ സലൂണിലേക്കാണ് യാത്ര. വിജിയുടെ ഫെയർ സലൂണിലെത്തിക്കഴിഞ്ഞു. വാഷിംഗ് ആൻഡ് സെറ്റിംഗ് എന്ന് പറയുന്നത് എല്ലാ ഷൂട്ടിന് മുന്നേ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. ഷൂട്ടുള്ള ദിവസങ്ങളിൽ അതൊരു പ്രാക്ടീസാണ്, ഒരു ചിട്ടയായിട്ട് എന്താ പറയുക, ഒരു ചടങ്ങ് പോലെ ചെയ്യുന്ന കാര്യമാണ്. ഞാൻ നേരത്തെ തന്നെ വിളിച്ച് പറഞ്ഞിരുന്നു വരുന്ന സമയവും വരുന്ന കാര്യമൊക്കെ. അതുകൊണ്ട് ജോമോൻ ഫ്രീ ആയിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ മുടിയെല്ലാം നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഫെയർ സലൂണിൽ നിന്നും എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം, കാര്യം ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്ത് തീർക്കാനായിട്ട്. അതിനിടയ്ക്കാണ് ഞാൻ ഓടി വന്നത്. അങ്ങനെ മുടിയെല്ലാം സെറ്റ് ചെയ്ത് തിരിച്ചെത്തി. ഇനി മുടി സെറ്റ് ചെയ്തതിൽ അർത്ഥമൊന്നുമില്ല, കാര്യം ഇതെന്തായാലും ഞാൻ പോണിറ്റെയിലാണ് കെട്ടാൻ പോകുന്നത്. മാജിക് കൗണ്ടിന് എപ്പോഴും പോണിറ്റെയിലാണല്ലോ. അപ്പോൾ ഇത് ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്ത് പോയിട്ട് വന്നതാണ്. ഇനിയിപ്പോൾ പെട്ടെന്ന് ലഞ്ച് എനിക്ക് മാത്രം മതി. ഇന്നലത്തെ ചോറ് ഫ്രിഡ്ജിനകത്തിരിക്കുന്നുണ്ട്, അതായത് നമ്മുടെ ചമ്പാവരി ചോറ്, ബോയിൽഡ് റൈസ് കുറച്ച് മതിയല്ലോ. അതെടുത്തിട്ട് പെട്ടെന്ന് ഒരു മുട്ടച്ചോറുണ്ടാക്കി കഴിക്കാൻ പോകണം, ഒരു സാലഡും കൂട്ടി. നിങ്ങൾക്ക് കാണണ്ടേ ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്? അപ്പോൾ കിച്ചണിലേക്ക് പോകാം, കുറച്ച് കഴിക്കുന്നതും കൂടി നിങ്ങൾക്ക് കാണാം, അതിൻ്റെ ടേസ്റ്റൊക്കെ അറിയണ്ടേ. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എന്താ ചെയ്യേണ്ടത്? പിന്നെ സാരി സെലക്ട് ചെയ്യണം, ഏത് സാരി വേണം. ഈ ഷൂട്ടിനിടേണ്ട 2 സാരി സെലക്ട് ചെയ്ത് വെക്കണം. ഇന്നിപ്പോൾ പാർത്താസിലേക്ക് ഓടുന്നില്ല, കാര്യം നേരത്തെ മേടിച്ച് വെച്ച സാരി കളക്ഷൻ ചെയ്യുന്നുണ്ട്. അതിന് ബ്ലൗസ് ഒന്ന് തപ്പിയെടുക്കണം, ഏത് സാരി വേണമെന്ന് ഡിസൈഡ് ചെയ്യണം, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഡ്രസ്സ്, ഇത്രേ ഉള്ളൂ. അപ്പോഴത്തേക്കൊരു 3 മണിയൊക്കെ കഴിയും. അന്നേരം അവർ വരും, 3-4 മണിക്കകത്ത് എത്തും.
ഓക്കെ. അപ്പോൾ ഇനി നേരെ കിച്ചണിൽ പോയി ഞാൻ എൻ്റെ മുട്ടച്ചോറ് ഉണ്ടാക്കാൻ പോകും. ഒരു മുട്ടച്ചോറാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി തുടങ്ങി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചിട്ട് അതിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും, രണ്ടും ചെറുതായിട്ട് അരിഞ്ഞാണ്, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കളർ മാറാൻ തുടങ്ങണം. ഇതിലേക്ക് 1/2 കപ്പോളം കൊച്ചുള്ളി സ്ലൈസ് ചെയ്തതും അരിഞ്ഞതും കൂടി ചേർക്കാം. വട്ടത്തിനോ നീളത്തിലോ അരിഞ്ഞാൽ മതി, കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. 2 പച്ചമുളകും കൂടി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത് ചേർക്കാം. ഇച്ചിരി വലിപ്പമുള്ള പച്ചമുളകായിരുന്നു, ആവശ്യത്തിന് എരിവുമുണ്ട്. ഇത് എന്തായാലും നല്ലൊരു സ്പൈസി ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ വഴറ്റി ഏതാണ്ട് എല്ലാം ഒന്ന് മൂപ്പിക്കണം. കണ്ടിന്യൂസ് ആയിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുക. ഇതുപോലെ ഇച്ചിരി ഉപ്പും കൂടി ചേർക്കുകയാണേ. ഒരു മീഡിയം സവാള ഞാനിങ്ങനെ ഹാഫ് സ്ലൈസസ് ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർക്കുന്നു. വീണ്ടും വഴറ്റി സവാളയുടെ നിറമൊക്കെ ഒന്ന് മാറാൻ തുടങ്ങും, ഒന്ന് വാടി ഒരു കളറൊക്കെ മാറാൻ തുടങ്ങുന്ന ഈ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലീസ്, വറ്റൽമുളകിൻ്റെ തരിതരിപ്പായിട്ട് പൊടിച്ചതാണ്, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി മൂപ്പിക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണും കൂടി ക്രഷ്ഡ് ചില്ലീസ് ഞാൻ ചേർക്കുകയാണ്, കാരണം ഇച്ചിരൂടെ എരിവ് വേണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഏകദേശം ടോട്ടൽ 2 ടീസ്പൂൺ മുളക് തരിതരിപ്പായി പൊടിച്ചതാണ് ചേർത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കാം. ഇതിനൊന്നും അധികം സമയമൊന്നും വേണ്ട കേട്ടോ. 2-3 മിനിറ്റ് ഇങ്ങനെ വഴറ്റുമ്പോൾ തന്നെ അതെല്ലാം മൂത്ത് കിട്ടും. ഫൈനലായിട്ട് മുട്ട ചേർക്കാൻ പോകണു. 2 പുഴുങ്ങിയ മുട്ട കൈകൊണ്ട് തന്നെ ഇങ്ങനെ പൊടിച്ച് ചേർക്കാം ഇതിലേക്ക്. എന്നിട്ട് വീണ്ടും വഴറ്റുന്നു. ഒരു 2 മുതൽ 3 മിനിറ്റ്, അത് തന്നെ ധാരാളം. എല്ലാം കൂടി ചേർന്ന് ഇങ്ങനെ വഴണ്ട് വരും. ഇച്ചിരി ഉപ്പും കൂടി ചേർക്കുകയാണെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫൈനലായിട്ട് നമ്മുടെ ചോറ് ചേർക്കുന്നു. ഇത് ലെഫ്റ്റ് ഓവർ റൈസാണ്, ഞാൻ പറഞ്ഞല്ലോ. ഇത് ഇന്നലെ ഉണ്ടാക്കിയ ചോറ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാണ്. അപ്പോൾ അത്യാവശ്യം തണുപ്പുണ്ട്. അതിനി വഴറ്റി ഇതിൻ്റെ കൂടെ കിടന്ന് നന്നായിട്ട് ചൂടായി വരും. അപ്പോൾ കുറേശ്ശെ ആയിട്ടാണ് ഞാനിങ്ങനെ ചേർക്കുന്നത്. എന്നിട്ട് വഴറ്റി കൊടുക്കുന്നു. ആദ്യം അല്പം ചേർത്തു, വഴറ്റി. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ എനിക്ക് കൊണ്ട് ഏകദേശം 2-2.5 കപ്പ് ചോറ് ഞാൻ എടുത്തായിരുന്നു. അത് കംപ്ലീറ്റ് ചേർത്ത് കഴിഞ്ഞു. ഇതിപ്പോൾ ബോയിൽഡ് റൈസാണ്. നമ്മളിവിടെ കൂടുതലും ചമ്പാവരിയല്ലേ കഴിക്കുന്നത്. വൈറ്റ് റൈസാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നതെങ്കിൽ അതായാലും മതി. പിന്നെ ലെഫ്റ്റ് ഓവർ റൈസ് തന്നെ വേണം നിർബന്ധമില്ല. ഫ്രഷ് ആയിട്ടുള്ള റൈസിൽ ചെയ്യാം കേട്ടോ. പക്ഷേ ഇത് തലേദിവസത്തെ റൈസ് ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു എളുപ്പ പണിയാണ്. നല്ല സ്വാദായിട്ട് ഉണ്ടാക്കി കഴിക്കാമല്ലോ. ഇച്ചിരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഉപ്പും എരിവൊക്കെ കറക്റ്റാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നന്നായിട്ട് ആവി പറക്കുന്ന പോലെ ആ ഒരു പാകമാകണം. അങ്ങനെ ആയിക്കഴിഞ്ഞു. ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന ചോറല്ലേ, ഇച്ചിരി നേരം പുറത്ത് വെച്ചിരിക്കുന്നു. എങ്കിലും ആ ഒരു തണുത്ത ചോറ് നല്ല ഹോട്ട് ചോറായി മാറിക്കഴിഞ്ഞു. നല്ല ആവി പറക്കുന്ന സ്വാദിഷ്ടമായ മുട്ടച്ചോറ് റെഡി. ഇനി അങ്ങോട്ട് കഴിച്ചാൽ മതി. എന്തെളുപ്പമല്ലേ. അങ്ങനെ ചോറ് റെഡി, ഇനി കഴിച്ചാൽ മതി. നോക്കിയേ, ഇത്രയും ക്വാണ്ടിറ്റി ഞാൻ കഴിക്കില്ല. ആക്ച്വലി 2 പേർക്ക് കഴിക്കാനുള്ളതുണ്ട്. സലാഡും പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുത്തു. ഇതിൽ വേറൊന്നുമില്ല. റൈത്ത, സവാളയും ടൊമാറ്റോ, പച്ചമുളക്, തൈര്, ഉപ്പ്, കറിവേപ്പിലയും കൂടെ അരിഞ്ഞിട്ടു. പുളി അധികം ഇല്ലാത്തായിരുന്നു, അത് കാരണം ഞാൻ പഞ്ചസാര ചേർത്തില്ല. ഇച്ചിരി പഞ്ചസാര അല്ലെങ്കിൽ ചേർക്കാറുണ്ട്. അതേ നോക്കിയേക്കോളൂ, ഞാൻ കഴിക്കാൻ പോകട്ടെ. എന്തെളുപ്പം നമുക്ക് ലെഫ്റ്റ് ഓവർ റൈസ് ഉണ്ടെങ്കിൽ ചെയ്യാം. ഇത് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തയക്കാനും ബെസ്റ്റാണ്. നമുക്ക് ഓഫീസിലേക്ക് കൊണ്ടുവന്നല്ലാണ്. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും. ഒരാളുടെ പോർഷൻ ഇത്രയും തന്നെ ധാരാളം. ഇനി ഒരാൾക്കും കൂടെ കഴിക്കാനുണ്ട് വേണമെങ്കിൽ. പക്ഷെ പൂച്ചേട്ട ഉച്ചയ്ക്ക് ഇല്ല കഴിക്കാൻ. നല്ല കണ്ണിമാങ്ങ അച്ചാർ സ്റ്റോക്കുണ്ട്. അതും കൂടി. ആക്ച്വലി പറഞ്ഞാൽ ഈ മുട്ടച്ചോറിന് ആവശ്യത്തിന് എരിവൊക്കെ ഉണ്ട് കേട്ടോ. വലിയ അച്ചാറിൻ്റെ ആവശ്യമില്ല. എങ്കിലും സാലഡും എല്ലാം കൂട്ടി കഴിക്കുമ്പോൾ ഒരു അച്ചാർ നല്ലതാണ്. വേണമെങ്കിൽ വിശാലമായി ഇരുന്ന് കഴിക്കാം. പക്ഷെ അത് വേണ്ട, കുറച്ച് സമയക്കുറവുണ്ട്. ഇനിയിപ്പം തിരക്ക് കൂടുന്ന സമയമാണ്. അപ്പോൾ പെട്ടെന്ന് കഴിച്ച് കാണിക്കാം. ഓക്കെ. അയ്യോ, എന്താ ടേസ്റ്റാന്ന് ഇപ്പോൾ പറഞ്ഞത്. ആഹാ, അടിപൊളി ടേസ്റ്റ്. പിന്നെ സൈഡ് ഡിഷ് ഒന്നും ആവശ്യമില്ല. ആക്ച്വലി കണ്ണിമാങ്ങ അച്ചാർ ഇടയ്ക്ക് ഒന്ന് കടിക്കാം.
എന്താ ഫീലെന്നറിയോ, കണ്ണിമാങ്ങ അച്ചാർ ഇങ്ങനെ വയലേക്ക് കടിക്കുമ്പോൾ അപാര ടേസ്റ്റ്. എന്തിനാ ഒരുപാട് കറി, മോർ ദാൻ എനഫ്. ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ, എക്സലൻ്റാണ്, അപാര ടേസ്റ്റാണ്. ലഞ്ച് ബോക്സിന് നല്ലതായിരിക്കും, ഓഫീസ് ബോക്സിന് നല്ലതായിരിക്കും, സമയക്കുറവുള്ള ദിവസങ്ങളിൽ ചെയ്യാൻ നല്ലതായിരിക്കും. ചോറ് മാത്രം ഉണ്ടായിരുന്നാൽ മതി, 2 മുട്ടയും, ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ തന്നെയല്ലേ. അപ്പോൾ ഞാൻ പെട്ടെന്ന് കഴിച്ചിട്ട് ബാക്കി പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും. ഓക്കെ, നമ്മുടെ മാജിക് അവൻ കിച്ചൺ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ അവരെല്ലാവരും വരും, വന്നു കഴിഞ്ഞിട്ട് അവർ എല്ലാം സെറ്റാക്കി വെക്കും. അപ്പോൾ ഞാൻ 2 എപ്പിസോഡാണ് എടുക്കുന്നത്. അപ്പോൾ സാരി ബ്ലൗസൊക്കെ ഒന്ന് സെലക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. ഈ കിച്ചൻ്റെ പോർഷനൊക്കെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ അവർ വന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. പണ്ട് പാർവതിയും ഫാമിലി മീറ്റ് ഇവിടെ ട്രിവാൻഡ്രം വന്നപ്പോൾ എടുത്ത ഫോട്ടോസാണ്, നമ്മുടെ ട്രിപ്ലെറ്റ്സും ഒക്കെ ആയിട്ട്. അന്ന് പുടുമോൾ എത്തിയിട്ടില്ല, പുടുമോൾ ജനിച്ചിട്ടില്ല, അതിന് മുന്നെയാണ്. ഇത് ഞാനും എൻ്റെ പുടുമോളും കുട്ടി ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കുഞ്ഞുങ്ങളെ, അനുവിനെയും മോളെയും. എന്ത് ചെയ്യാനാ അല്ലേ, ദാറ്റ് ഇസ് ലൈഫ്. പിന്നെ വിഷ്ണുവിനും കുറേ ദിവസം അവരെ കാണണ്ടേ, അവരുടെ കൂടെ നിൽക്കണം, അങ്ങനെയല്ല. അപ്പോൾ അവിടെ സമ്മർ തുടങ്ങുന്നതിന് മുമ്പേ കുറച്ച് ദിവസം, ഇപ്പോൾ നല്ല ക്ലൈമറ്റൊക്കെയാണ്, അപ്പോൾ കുറച്ച് ദിവസം അവരവിടെ പോയി നിൽക്കാനായിട്ട് പ്ലാൻ ചെയ്ത് പോയത്. എന്തായാലും സന്തോഷം തന്നെയാണ്, അവരവിടെയും കുറേ ദിവസം സ്പെൻഡ് ചെയ്യട്ടെ. പിന്നെ ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ ഇടയ്ക്ക്. ഇന്നത്തെ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ആരും എത്തിയിട്ടില്ല, എത്താൻ പോണേ ഉള്ളൂ, ഉച്ച കഴിഞ്ഞു. അപ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ടേ അവർ വരുള്ളൂ. എന്തായാലും സാരി എല്ലാം എടുത്ത് വയ്ക്കുന്ന പ്രോസസ്സിലേക്ക് കടക്കാൻ പോണു. ഓക്കെ, ഒരു 3 സാരി ഐഡൻറ്റിഫൈ ചെയ്തെടുത്തിട്ടുണ്ട്. നേരത്തെ മേടിച്ച് വെച്ചിരുന്നതാണ്, നമുക്ക് പക്ഷേ പാർത്താസിലൊന്നും പോകാൻ സമയം കിട്ടിയില്ല. ഇത് നമ്മൾ നേരത്തെ ഇവിടെ നിന്നാണ് ബാലരാമപുരം, അവിടെ നിന്ന് മേടിച്ച സാരീസാണ് ഇത് 2ഉം. ഓക്കെ, ഇതിലേതിനാ ബ്ലൗസ് കിട്ടുന്നത് അതനുസരിച്ച്, ഇത് അതിലും പഴയതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഉടുത്തിട്ടില്ല, ഇത് പാർത്താസിൽ നിന്ന് വാങ്ങിയതാണ് കുറേ നാൾ മുമ്പ്, കോട്ടൺ. ഓക്കെ, ഏതിനാ ബ്ലൗസ് കിട്ടുന്നത് അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാം. അപ്പോൾ 2 സാരി വേണം, അത് നോക്കാം. ഇതിലേതെങ്കിലും ആയിരിക്കും ഞാൻ ഇന്ന് കൊടുക്കാൻ പോകണം. എല്ലാവരും എത്തിയല്ലോ. യെസ്, ഹലോ മിസ്റ്റർ ചന്ദ്രബാബു. അല്ലേ, ശബരി ഇലക്ട്രിക്കൽസ് നേരത്തെ വന്നിരുന്നു കേട്ടോ. ഇവർ രാവിലെ തന്നെ കൊണ്ടിട്ടു നമ്മുടെ ജനറേറ്റർ. യെസ്, എന്ത് വെയില. ചന്ദ്രബാബു ഗസ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഓ ചീഫ്, ഓ ഇപ്പോൾ ഒരാളല്ലേ ഉള്ളൂ, അടിപൊളി. ചീഫായി അല്ലേ ബൈജു, ക്യാമറമാനാണ് ഇപ്പോൾ. പോസ്റ്റ് മാറിയില്ലേ, മാറി, ഞാൻ അറിഞ്ഞു. ചീഫ് എവിടെ? ബൈജുവിനെ ചീഫാക്കാം നമുക്ക്. 8 മിനിറ്റ് പരിപാടി. തേക്കാൻ നോക്കുമ്പോൾ എൻ്റെ ഇസ്തിരിപ്പെട്ടി കംപ്ലൈൻറ്റ്, അയൺ ബോക്സ്. അപ്പോൾ ആൾ വന്ന് കൊടുത്തയക്കാം അയൺ ചെയ്യുന്ന കടയിലേക്ക്. 2 ബ്ലൗസേ ഉള്ളൂ, ഞാൻ വേറെ തേക്കാനുള്ള പിന്നെ തരാവേ. തൽക്കാലം എൻ്റെ അയൺ ബോക്സ് കേടായിപ്പോയി, അയൺ ബോക്സ് കേടായി. 10 മിനിറ്റ് കിട്ടുമോ? അടുത്തുള്ള കടയാണ്. എൻ്റെ ബ്ലൗസിനെ തേച്ച് കിട്ടിയിട്ട് സാരി എടുക്കാൻ പറ്റും. വാങ്ങേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് അജി പ്രിപ്പയർ ചെയ്യുന്നു. ഓ, അജിയാണ് ഇവിടുത്തെ നമ്മുടെ എന്താ പറയുക പർച്ചേസ് മാനേജർ. കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരണം. ഇതിപ്പോൾ മിൽക്കി മിസ്റ്റിൻ്റെ പ്രോഡക്റ്റ്സ് അവർ കൊടുത്തയച്ചത്. ഇത്രയും സാധനങ്ങളുണ്ട്, അപ്പോൾ അതൊന്നും ഇനി മേടിക്കണ്ട. പക്ഷേ അത് നമുക്ക് പാല് വാങ്ങിക്കേണ്ടി വരും. ഓക്കെ, കിട്ടും. നട്ട്സൊക്കെ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ആൽമണ്ട്സ്, പിസ്ത ആൻഡ് കാഷ്യൂ നട്ട്സ്. ആക്ച്വലി ഞാൻ കുറച്ച് തിരക്കിലായിരുന്നല്ലോ, അതുകൊണ്ട് എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറേഞ്ച് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അജി ഉണ്ടാവും, അജിയാണ് പർച്ചേസ് ചെയ്തിട്ട് വരുന്നത്. ലിസ്റ്റ് കൊടുത്താൽ മതി, അത് കയറി തന്നെ ആ സംവിധാനങ്ങളൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി ഡ്രസ്സിങ്ങിനുള്ള സമയമായി വരണു. ഓക്കെ, ബെഡ്റൂമിലേക്ക് കയറാം, ഡ്രസ്സ് ചെയ്തിട്ട് വരാം. അപ്പോഴത്തേക്ക് ഇവർ സെറ്റ് റെഡിയാക്കും. ഇത് മുടിയൊക്കെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ആ സമയമാകുമ്പോൾ മുടിയാൽ നല്ല സെറ്റായിട്ടിരിക്കും. ഈ റൂം കംപ്ലീറ്റ് പുടുവിൻ്റെ കളിപ്പാട്ടമൊക്കെ തന്നെയാണ്. ടോയ്സൊക്കെ ഒരു സൈഡിലോട്ട് ഒതുക്കി വെച്ചു, അല്ലെങ്കിൽ ഈ റൂം മുഴുവൻ ഇങ്ങനെ നമ്മൾ ചെതറിയിടുകയാണ്. പ്ലേ റൂമായിട്ട് മാറ്റിയിട്ടുണ്ട് നമ്മുടെ ഈ ഡ്രോയിങ് റൂം. ഞാൻ മുഖം മേക്കപ്പ് ചെയ്തിട്ട് സാരി ഉടുക്കണോ അതോ സാരി ഉടുത്തിട്ട് മേക്കപ്പ് ചെയ്യണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെൻ്റെ ഫേവററ്റ് ഒരു കാര്യം കേട്ടോ, പക്കാവട. ഇത് അനുക്കുട്ടിയുടെ അമ്മ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. കുറച്ച് കൂടുതലുണ്ടാക്കി, എനിക്ക് വേണ്ടി സെപ്പറേറ്റ് കൊണ്ടുവന്നു. എനിക്കിഷ്ടമാണെന്നറിയാം.
അനുകുട്ടിയുടെ അമ്മയ്ക്ക് നന്നായിട്ട് പക്കാവടയൊക്കെ ഉണ്ടാക്കാറ്, നല്ല ടേസ്റ്റാണ്. ഇത് വിഷ്ണുവിന് വേണ്ടി കുറച്ച് കൂടുതൽ ഉണ്ടാക്കി കൊണ്ടുവന്നു അപ്പോൾ ആനു പോയപ്പോൾ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ എനിക്ക് സ്പെഷ്യൽ സെപ്പറേറ്റ് ഒരു പാക്കിങ് എനിക്കെപ്പോഴും ഉണ്ടാക്കുമ്പോൾ കൊടുത്തയക്കാറുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ടാണ്. എനിക്കിങ്ങനെ സ്നാക്കിങ്ങാണ് ഭയങ്കര ഇഷ്ടം. ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാനിങ്ങനെ എടുത്തു വെച്ച് തുടങ്ങി. ഇതൊരു പൈനാപ്പിൾ കേസരി രസ്മലായിയാണ്. മിൽക്കി മിസ്റ്റിൻ്റെ പ്രോഡക്റ്റ്സ് ഉപയോഗിക്കുന്നുണ്ടാകും. ഈ സാരി പിങ്ക് ആൻഡ് ബ്ലൂ. ഞാൻ നിൽക്കട്ടെ. എന്റെ സമയമായോ? ലൈറ്റ് ചെറിയൊരു എന്താ പറയുക 2-3 കാര്യങ്ങളുടെ ഒരു ബ്ലെൻഡായിട്ട് ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ അതായത് ഇതൊരു പൈനാപ്പിൾ കേസരി രസ്മലായി എന്ന് പറയാം. ഒരു രസ്മലായി പാറ്റേണിൽ നമ്മുടെ കേസരിയെ ഒന്ന് കൺവേർട്ട് ചെയ്ത് പറയട്ടെ, പറഞ്ഞിട്ട് അരയ്ക്കാൻ പോകാം. അരയ്ക്കാൻ പോകണം. പറയട്ടെ. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ കേസരി രസ്മലായി തയ്യാറാക്കി തുടങ്ങിയാലോ. അതിന് പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും വേണ്ട, പക്ഷെ നല്ല സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ പ്യൂരി വിത്ത് 1 കപ്പ് ഓഫ് വാട്ടർ റവയും കൂടി ചേർക്കാം. കേസരി ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സ് പോലെ തന്നെയാണ് ഓൾമോസ്റ്റ്. കട്ടിക്കോളൂ. അങ്ങനെ സെക്കൻഡ് എപ്പിസോഡിന് ഡ്രസ്സ് മാറി വന്നു. ഇതാണ് കോസ്റ്റ്യൂം. നല്ലൊരു പെൻറ്റൻ്റ് ഉള്ളൊരു മാലയുണ്ട്, കഥകളി. സെക്കൻഡ് എപ്പിസോഡ് സ്റ്റാർട്ടിങ്. കോക്കനട്ട് വാട്ടർ, ഒരു കോക്കനട്ട് പുഡിംഗ് ആണ് പ്ലാൻ ചെയ്തത്. കോക്കനട്ട് ബ്രെഡ് പുഡിംഗ്. ഫസ്റ്റ് എപ്പിസോഡിൻ്റെ എന്താ പറയുക, പൈനാപ്പിൾ കേസരി രസ്മലായി എൻ്റെ ഫ്രിഡ്ജിനകത്ത് കയറി കഴിയും. നല്ല ചിൽഡായിട്ടാണ് അത് കഴിക്കുന്നത്. ചൂടുകാലമൊക്കെ വരികയാണ്. അപ്പോൾ കൂടുതൽ തണുത്ത കാര്യങ്ങൾ കഴിക്കാനായിട്ടുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. പാനീയങ്ങളായിട്ടാണെങ്കിലും ധാരാളം പാനീയം കുടിക്കുന്ന സമയമാണ്. പക്ഷെ ഞാനിപ്പോൾ ഒരു പാനീയം അങ്ങനത്തെ കാര്യമല്ല ചെയ്യുന്നത്, പക്ഷേ എങ്കിലും ഒരു തണുത്ത കാര്യം തന്നെയാണ്. ഇതൊരു പുഡിങ്ങാണ്. പിന്നെ പുഡിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ പലതരം പുഡിങ്ങുകൾ മാജിക് കമലിലൂടെ നമ്മൾ തയ്യാറാക്കി. അപ്പോൾ അതിൽ നിന്നല്ല വ്യത്യസ്തമായിട്ട് ഒരു കോക്കനട്ട് ബ്രെഡ് പുഡിംഗ്. സെക്കൻഡ് എപ്പിസോഡിലെ പുഡിങ്സ് ഉണ്ടാക്കി വെച്ചിരുന്നു, അത് സെറ്റായി. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയാൽ മതി. പിന്നെ രണ്ടാമത്തെ ഐറ്റം ശ്രീലങ്കൻ സംബാൽ, അതും റെഡി. നമ്മുടെ ചമ്മന്തി പോലെ തന്നെയാണ്, ഉണക്കമീനൊക്കെ ചേർത്തിട്ടാണിത് ചെയ്യുന്നത്. ഷൂട്ടിങ് ഏകദേശം തീരാറായി. സെക്കൻഡ് എപ്പിസോഡും ലാസ്റ്റ് പാർട്ട്. ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞു. എല്ലാവരും പാക്കപ്പ് ജോലിയാണ് വളരെ ദ്രുതഗതിയിൽ നടക്കുന്നത്. സമയം രാത്രി എത്ര മണിയായി? 5 മിനിറ്റേ ഉള്ളൂ. ഓക്കെ,
പുഡിംഗ് ഒന്നും ചിലവായിട്ടില്ല, എല്ലാം ഇങ്ങനെ തണുക്കാണ്ട് കഴിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ അത് ഫ്രിഡ്ജിലേക്ക് മാറ്റണം. ഞാനിപ്പോൾ അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും പുഡിങ്സ് ഇവിടെ കളക്ഷനാണ് കേട്ടോ. ഒന്നും ഉണ്ടാക്കിയ ഐറ്റംസ് ഒന്നും ചിലവായിട്ടില്ല, കാരണം ഇവർക്കാർക്കും സ്വീറ്റ് ഇഷ്ടമല്ല, അതുകൊണ്ട് അവരൊന്നും അത് കഴിക്കില്ല. ഇതെല്ലാം ഇനി ഇതാര് കഴിക്കുമെന്ന് എനിക്കറിയില്ല. വാഹനം വന്നിട്ടുണ്ട് എല്ലാവരെയും കൊണ്ടുപോകാനായിട്ട്. സാധനങ്ങളൊക്കെ ലോഡ് ചെയ്യുന്ന പോലെ അൺലോഡിങ് ആൻഡ് ലോഡിങ് കൊണ്ടുവന്ന പോലെ എല്ലാം തിരിച്ചു കൊണ്ടുപോകും. സമയം 12 മണിയാണെന്ന് അറിയാലോ. ജനറേറ്റർ നാളെ എടുത്തിട്ട് പോകുള്ളൂ, രാത്രി കൊണ്ടുപോകുന്നത് കുറവാണ് സമയം. ചില ദിവസം മാത്രമേ രാത്രി കൊണ്ടുപോകുള്ളൂ. എല്ലാവരും യാത്ര അയച്ച് ഞാൻ അകത്തേക്ക് കയറുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, ബിസി ഡേ ഇൻ മൈ ലൈഫാണിത്, എൻ്റെ ഷൂട്ടിംഗ് ഡേ. ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. 12 ഉച്ച കഴിഞ്ഞാണ് തുടങ്ങിയത്. 12 എനിക്കൊണ്ട് ഒരു 4 മണി കഴിഞ്ഞു ഞാൻ തുടങ്ങിയത്. 12 മണിയായപ്പോൾ തീർന്നു. 2 ആഴ്ചത്തേക്കുള്ള എപ്പിസോഡ്സ് റെഡി. ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് അടുത്ത ഷൂട്ട് വരുള്ളൂ, 1-1.5 ആഴ്ചക്കകത്ത്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളും എല്ലാം നടന്നല്ലോ. ഉച്ച കഴിഞ്ഞാകുമ്പോൾ വീട്ടിലെ കാര്യവും നടക്കും, ഷൂട്ടും നടക്കും, എല്ലാം നടക്കും. എല്ലാവരും ഹാപ്പി. പൂച്ചയൊക്കെ നേരത്തെ ഉറങ്ങി. അനിക്കുട്ടിയും കുഞ്ഞും ഇവിടെ ഇല്ല, അതുകൊണ്ട് വീട് ഉറങ്ങിയതുപോലെയാണ്. ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇച്ചിരി അവിടേക്ക് ഒന്ന് ഒതുക്കാനുണ്ട്. ബാക്കെല്ലാം പൂട്ടി എല്ലാം സെറ്റ് ചെയ്തിട്ട് പുഡിങ്ങൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊന്നും കഴിക്കാനാളില്ല ഇപ്പോൾ. കൊടുക്കാനാണെങ്കിൽ ഇനിയിപ്പോൾ നാളെ നെയ്ബേഴ്സ് നോക്കട്ടെ, മധുരം പുഡിങ്സ് ആർക്കാണ് വേണ്ടത്, കൊടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ആരെങ്കിലും ഗസ്റ്റ് വരികയാണെങ്കിൽ എനിക്ക് അവർക്കെല്ലാം കൊടുക്കാൻ പറ്റിയ സന്തോഷമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ സ്വീറ്റ് ആയതുകൊണ്ട് നമ്മുടെ ക്രൂ മെമ്പേഴ്സിനൊന്നും വേണ്ട. നോൺ വെജ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഇഷ്ടമാണ്, ഇതൊന്നും അവർക്ക് ജസ്റ്റ് വേണ്ട. അവിടെ എല്ലാം ഒതുക്കി അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനൊന്ന് ഡ്രസ്സൊക്കെ മാറി ഒന്ന് മേലൊക്കെ കഴുകിയിട്ട് കിടന്നുറങ്ങും. നാളെയും ഒരുപാട് ഹെക്റ്റിക് ആയിട്ടുള്ള ദിവസം തന്നെയാണ്, നാളെയും മറ്റന്നാളും എല്ലാ ദിവസവും. എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ പണിയുണ്ടാവും. അടുത്ത ആഴ്ചയൊക്കെ കുറേ യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുറച്ച് LN ബ്ലോഗ്സിൻ്റെ കുറച്ച് കുക്കിംഗ് എല്ലാം ഒന്ന് ഷൂട്ട് ചെയ്യണമെന്നുണ്ട്. അതെല്ലാം എടുത്ത് വെച്ചിട്ടാണ് യാത്ര ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ എഡിറ്റിങ്ങിൻ്റെ കുറച്ച് വർക്കൊക്കെ സൂപ്പർവൈസ് ചെയ്യാനുണ്ട്. അപ്ലോഡ്സൊക്കെ കാര്യങ്ങൾ നോക്കണം, കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ എന്തായാലും സന്തോഷം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ലോഗ്സ്. ലവ് യു.